നമസ്കാരം. പുതിയ വീട് തേടിയുള്ള ഇന്നത്തെ നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പള്ളിക്കരയിലാണ്. 6.4 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വലിയ ഉറബിൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും ഒരു എലമെൻറ്റുകൾ ചേർന്ന് ഒരു മോഡേൺ ടൈപ്പ് എലവേഷനാണ് ഈ വീടിന് വരുന്നത്. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്ന 5 മീറ്റർ വിടുത്തുള്ള ടാർ റോഡ് ഫ്രണ്ടേജാണ് ഈ വീടിന് വരുന്നത്. ഒരു ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വീട്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 100 മീറ്റർ മാത്രമാണ്. ഈ വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം 7 കിലോമീറ്ററും എടപ്പള്ളിയിലേക്കുള്ള ദൂരം 13 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം 7 കിലോമീറ്ററും കാക്കനാടിലേക്കുള്ള ദൂരം 10 കിലോമീറ്റർ മാത്രമാണ്. ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിലാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത്. സിമ്പിൾ ടൈപ്പ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വെർട്ടിക്കൽ ടൈപ്പ് ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഹൊറിസോണ്ടൽ ഡിസൈനും നൽകിയിരിക്കുന്നു. സ്ക്വയർ ട്യൂബും GA ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഫോൾഡിംഗ് ഗേറ്റും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാം. അത്യാവശ്യം വിശാലമായിട്ടുള്ള മുറ്റമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മുറ്റത്ത് കടപ്പാക്കല്ലും ഇടയിൽ സിന്തറ്റിക് ഗ്രാസുമാണ് വിരിച്ചിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ കാർ പോർച്ച്. വലിയ SUV പോലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള കാർ പോർച്ച്. എൻ്റെ 2 സൈഡിലുമായി നല്ല മനോഹരമായിട്ടുള്ള പില്ലറുകൾ നൽകിയിട്ടുണ്ട്. പില്ലറിൽ ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. എൻ്റെ പുറകിലായി 3 പാളിയുടെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ 2 വീലറുകളൊക്കെ പാർക്ക് ചെയ്യാം. ഇതാണ് വാട്ടർ ടാങ്ക്. KWA വാട്ടർ കണക്ഷനും കിണർ വെള്ളവും ഇവിടെ ലഭ്യമാണ്. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. വീടിൻ്റെ മുന്നിലായി ഇതുപോലുള്ള 4 പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. പില്ലറിൽ ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ വീടിനെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത് ഈ ഒട്ടിച്ചിരിക്കുന്ന ക്ലാഡിംഗ് ടൈലാണ്. വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. അത്യാവശ്യം വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. എൻ്റെ പുറകിലായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. ഇതാണ് മെയിൻ ഡോർ. ഒരു വലിയ പാളിയും ഒരു ചെറിയ പാളിയുമുള്ള മെയിൻ ഡോർ. കട്ടളയായിട്ടുള്ള പാനലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. തേക്കുഡിലാണ് മെയിൻ ഡോർ വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്ക് മെയിൻ ഡോറിൽ ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസിലേക്കാണ്. താഴത്ത് വിരിച്ചിരിക്കുന്നത് വെട്രിഫൈഡ് വൈറ്റ് ടൈലുകളാണ്. ഇവിടെ ഈ മോഡേൺ ടൈപ്പായിട്ടുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. സ്റ്റീലിൻ്റെ അഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഒരു 3 പാളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അടിയിലായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴി ഇവിടെ ആയിട്ടൊരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഇവിടെ ഈ നിഷ് നൽകിയിരിക്കുന്നു. ക്യൂരിയോസ് സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് റൂമാണ് ഇത്. ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും അതുപോലത്തെ തന്നെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാഷ് ബേസിൻ വരുന്നു. ഇവിടെ ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു LED മിററും നൽകിയിട്ടുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെയായി ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഇവിടെ നിഷുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യൂരിയോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ LED ലൈറ്റും നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല വിശാലമായിട്ടുള്ള കിച്ചണാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം
ഇവിടെയായി എൽ ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് കളറാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയായി ഗ്രേ കളറിലുള്ള കബോർഡുകളും ഇവിടെയായി വൈറ്റ് കളറിലുള്ള സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് നൽകിയിരിക്കുന്നു. കിച്ചണ് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി ലഭ്യമാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെ 2 പാളിയുള്ള ഒരു കബോർഡ് നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡാണിത്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ 4 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. സ്റ്റീലിൻ്റെ അഴികളാണ് ജനലിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. മിററും കൊടുത്തിട്ടുണ്ട്. താഴെയായി സ്റ്റോറേജ് സ്പേസും കാണാം. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് ഫൈബറിലാണ്. മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് ഈ ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. നമ്മൾ നേരെ തന്നെ നോക്കുമ്പോൾ കാണാം വാഷ് കൗണ്ടറാണ് ആദ്യം തന്നെ വരുന്നത്. ഈ ഭാഗത്തായി ഷവർ വരുന്നുണ്ട്. ഇവിടെയായി ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് വരുന്നത് ഗ്രാനൈറ്റിലാണ്. സ്റ്റെപ്പിൻ്റെ ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായി വലിയൊരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയായി ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. ഇവിടെയായി ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഹാൻഡിലും വാർഡ്രോബിനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയായി സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെ ക്ലോസറ്റ്, മുകളിലായി ഷവറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. നല്ല വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇത്. ഇവിടെയായി ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കയറിയാൽ ടെറസിലേക്ക് പോകാം. ഇനി നമുക്ക് ബാൽക്കണി നോക്കാം. ഇതാണ് ബാൽക്കണി. ഓപ്പൺ സ്പേസും കവേർഡ് സ്പേസും അടങ്ങിയിട്ടുള്ള ബാൽക്കണി. ഹാൻഡ് റെയിൽ വരുന്നത് ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കും നൽകിയിട്ടുണ്ട്. ഇവിടെ ക്ലാഡിംഗ് ടൈല് ഒട്ടിച്ചിരിക്കുന്നു. ഇതാണ് ഓപ്പൺ സ്പേസ്. ഇവിടെയായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. 6.4 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളായിട്ട് നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്കുള്ള ദൂരം 100 മീറ്റർ മാത്രമാണ്. ഈ വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം 7 കിലോമീറ്ററും കാക്കനാടിലേക്കുള്ള ദൂരം 10 കിലോമീറ്ററും എടപ്പള്ളിയിലേക്കുള്ള ദൂരം വെറും 13 കിലോമീറ്റർ മാത്രമാണ്. ഈ വീടിൻ്റെ വില വയ്ക്കുന്നത് 1,25,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.